3 ദിവസത്തിലധികമായി ഈ പ്രദേശങ്ങളിൽ വെള്ളം നിലച്ചിട്ട് ഈ സമയത്താണ് കുടിവെള്ളവുമായി കൗൺസിലർ സലീം രംഗത്തെത്തിയത്. എല്ലാ പ്രദേശത്തും ഈ വെള്ളം എത്തിക്കാൻ സാധിച്ചില്ല എങ്കിലും പരമാവധി എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. കുടിവെള്ളത്തിനപ്പുറം മറ്റ് ആവശ്യങ്ങൾക്കും വെള്ളം വേണമെന്ന് കണ്ടതോടുകൂടി കുടിവെള്ളത്തിനപ്പുറമായി മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള വെള്ളവുമായി കോൺഗ്രസ് പ്രവർത്തകരും രംഗത്തെത്തി. എന്നാൽ ഇതിലൊന്നും പെടാതെ സ്വകാര്യ വ്യക്തി തൻ്റെ സ്വകാര്യ വസ്തുവിൽ നിന്നുള്ള വെള്ളം ജനങ്ങൾക്ക് യഥേഷ്ടം കൊടുക്കുന്നതാണ് ശ്രദ്ധേയമായത്. മലയാള ജനതാ ന്യൂസ്, വാർത്തയുടെ സത്യവും ധർമ്മവും. മലയാള ജനതാ ന്യൂസിന്റെ പുതിയ ലൈവിലേക്ക് ഇവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിപ്പോൾ ഇന്നലെ ഒരു ലൈവ് ടെലികാസ്റ്റ് പൂന്തറ മസാലത്തിൽ നിന്ന് നമുക്കറിയാം, ഈ പ്രദേശങ്ങളിൽ മുഴുവനും വെള്ളം 3-4 ദിവസമായി ഇപ്പോൾ വെള്ളം മുടങ്ങിയിട്ട് അറ്റകുറ്റപ്പണികൾ നടക്കുന്നുണ്ട്. ഇല്ല, ഗ്യാസ് കണക്ഷൻ കൊടുക്കുന്നതിന് സേഫ്റ്റി എന്ന നിലയ്ക്ക് ആണ് ഈ ഒരു വെള്ളം മുടക്കം വന്നത് എന്നുള്ള വാർത്തകൾ അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ നിലനിൽക്കെ 2-3 ദിവസമായി നമ്മുടെ ഈ തെക്ക് പ്രദേശങ്ങളിലൊക്കെ വെള്ളം കിട്ടുന്നില്ല. അത് കാരണത്താൽ സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല. പരീക്ഷാ സമയമാണ്. അതോടൊപ്പം തന്നെ നിത്യ ഉപയോഗത്തിന് വെള്ളമില്ലാത്ത അവസ്ഥയായി. കുഴൽക്കിണറാണെങ്കിൽ ഉപയോഗിക്കാൻ, കുടിവെള്ളത്തിന് ഉപയോഗിക്കാൻ അഥവാ കുടിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. അതോടെ തന്നെ ഹോട്ടലുകൾ അടച്ചുപെടുന്ന സാഹചര്യം. കൗൺസിലറുടെ നേതൃത്വത്തിലൊക്കെ പല വാർഡുകളിലേക്കും വെള്ളം കോർപ്പറേഷൻ്റെ വകയായിട്ട് എത്തിക്കുന്നുണ്ട്. എന്നാൽ ഇന്നലെ ഈ പൂന്തറ മസാലത്തെരുവിലേക്ക് ഇന്നലെ ഒരു സംഘർഷമുണ്ടായി. അഥവാ കൊണ്ടുവന്ന വെള്ളം തീർന്നു, ഒരു പ്രദേശത്ത് കൊടുത്തില്ല എന്നൊക്കെ പ്രശ്നമുണ്ടായി. അവസാനം ഇന്നലെ രാത്രിയോടുകൂടി തന്നെ കൗൺസിലർ സലീമിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ വീണ്ടും വെള്ളം കൊണ്ടുവന്നു. എന്നാൽ അത് തികയാത്തത് കൊണ്ട് തന്നെ പൊതുപ്രവർത്തകർ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇന്നലെ വെള്ളം രാത്രി വിതരണം ചെയ്തു. എന്നാൽ അത് കുടിവെള്ളമല്ല, സാധാരണ ഉപയോഗത്തിന് മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് പരാതി വന്നു. എന്തായാലും ഇവിടെയെല്ലാം രാഷ്ട്രീയപരമായും അല്ലെങ്കിൽ സംഘടിതപരമായിട്ടും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വെള്ളം കൊടുക്കുമ്പോൾ ഒരു സ്വകാര്യ വ്യക്തി ഇവിടെയുള്ള ആളുകൾക്ക് കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് മലയാള ജനതാ ന്യൂസ് കണ്ടത്. ഇതാണ് ഇന്ന് ടെലികാസ്റ്റ് ചെയ്തത്. ഇതേപോലുള്ള നന്മ മരങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ എന്നുള്ളതാണ് മലയാള ജനതാ ന്യൂസിൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്. കാരണം ഈ പറഞ്ഞ പോലെ പ്രശസ്തിയും അല്ലെങ്കിൽ പേരും കിട്ടാതെ രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ ജനങ്ങളുടെ നന്മ ഉദ്ദേശിച്ചുകൊണ്ട് കുടിവെള്ളവും അതോടൊപ്പം തന്നെ മറ്റുള്ള വെള്ളവും ആവശ്യത്തിന് എത്തിക്കുക എന്നുള്ളത് ഒരു പ്രത്യേക ശ്ലാഘനീയമായ ഒരു കാര്യം തന്നെയാണ്. അഭിനന്ദനാർഹമാണ്. നമുക്ക് ലൈവിലേക്ക് പോകാൻ ഞാൻ നിൽക്കുന്നത് മസാലത്തെരുവിലാണ്. ഇന്നലെ സംഘർഷമുണ്ടായ ഒരു പ്രദേശം ഇവിടെയാണ്. ഇവിടെ ഏകദേശം 100 കണക്കിന് കുടുംബങ്ങളാണ് ഇവിടെ ജീവിക്കുന്നത്, താമസിക്കുക. ഇവർക്കുള്ള വെള്ളം കിട്ടില്ല. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കുടിവെള്ളം ഇന്നലെ ഇവിടെ എത്തിച്ചുവെങ്കിൽ അത് എല്ലാവർക്കും എത്തിക്കാൻ സാധിച്ചില്ല, കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ അത് കുടിവെള്ളത്തിന് മാത്രമേ ഉപയോഗിക്കുള്ളൂ, ബാക്കിയുള്ള പൊതു ആവശ്യത്തിന് ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നുള്ള പ്രശ്നമുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ സംഘർഷം ഉണ്ടായത്. പിന്നീട് പ്രവർത്തകർ അഥവാ ഇവിടുത്തെ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ ഇന്നലെ കുടിവെള്ളം ഇവിടെ എത്തിച്ചു. പക്ഷേ അത് കുടിക്കാൻ പറ്റില്ല എന്നുള്ളതുണ്ട്. എന്നാലും ഒരു ആശ്വാസമായിരുന്നു. കൗൺസിലർ രാത്രിയും അർദ്ധരാത്രി വെള്ളം എത്തിച്ചു എന്ന് അറിയാൻ സാധിക്കും. അതായത് ഇവിടെ ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഒരു സ്വകാര്യ വ്യക്തി, അദ്ദേഹം നമ്മുടെ ക്യാമറയ്ക്ക് മുമ്പിൽ വരാൻ വരെ മടി കാണിക്കുന്നുണ്ട്. എന്നാലും ഈ ഒരു നന്മമരം എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ടതുണ്ട്. പക്ഷേ അദ്ദേഹം ക്യാമറയ്ക്ക് മുമ്പിൽ വരുന്നില്ല. എന്നാലും ഇവിടെ പല ആളുകളും വെള്ളത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യം. നമുക്കറിയാം, വെള്ളം മുടങ്ങിയാൽ എന്തൊക്കെയാണ് ഉണ്ടാകുക എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സ്വകാര്യതയിലുള്ള വെള്ളമാണ് ഇപ്പോൾ ഇവിടെയുള്ള ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം എങ്ങനെയാണ്, എത്ര ദിവസമായി ഇപ്പോൾ വെള്ളം ഇവിടെ നഷ്ടപ്പെട്ടത്? 3 ദിവസമായി. ഇന്നലെ ഇപ്പോൾ കൗൺസിലിന്റെ നേതൃത്വത്തിൽ കുടിവെള്ളം കൊടുത്തു, കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രണ്ടാമത് പിന്നെയും വെള്ളം കൊണ്ടുവന്നു. എങ്ങനെയാണ് ഇന്നത്തെ സംഘർഷാവസ്ഥയും അതോടൊപ്പം ഇപ്പം ഒരു സ്വകാര്യ വ്യക്തി ഇതൊന്നും നോക്കാതെ രാഷ്ട്രീയത്തിന് അതീതമായി ഒരാൾ ചെയ്യുകയും ചെയ്തു? എങ്ങനെ കാണുന്നുണ്ട് ഇതിൽ വെള്ളം കിട്ടാത്തതുകൊണ്ട് ഇന്നലെ വൈകുന്നേരമായപ്പോൾ മാസ്റ്റാർ ഇതിൽ വെള്ളം വന്ന് അത് കുറച്ച് പേർക്ക് കിട്ടി, കുറച്ച് പേർക്ക് അവസാനിച്ചു. പിന്നെ കോൺഗ്രസിന്റെ പാർട്ടിക്കാർ കൊണ്ടുവന്നു വെള്ളം എല്ലാം തീർന്നിപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇന്നലത്തെ ഈ സംഘർഷത്തിന് ശേഷം കൗൺസിലർ പിന്നെയും വെള്ളം കൊണ്ടുവരുന്നു പോലെ അത് കൊണ്ടുവന്നല്ലോ. പക്ഷെ അതും തികഞ്ഞിട്ടില്ല. പിന്നീട് കോൺഗ്രസ് പ്രവർത്തകർ അവരെ അനസിന്റെ നേതൃത്വത്തിൽ കൊണ്ടുവന്നു. അത് പക്ഷെ കുടിക്കാൻ പറ്റാത്ത വെള്ളമായിരുന്നു എന്ന് പറഞ്ഞു. ഉപകാരമായിരുന്നു. കാരണം ഒരിടത്തുനിന്ന് കുടിക്കാൻ വെള്ളവും മറ്റൊരു ഉപയോഗത്തിന് ഉപയോഗിക്കാൻ എന്തായാലും. പക്ഷേ ആ സമയത്താണ് ഇങ്ങനെ ഒരു വ്യക്തി ഇവിടെ ഒരു വെള്ളം തരുന്നത്. എങ്ങനെയാണ് ഈ ഒരു പ്രവർത്തനം കാണുന്നത്? നല്ലൊരു കാര്യമാണ്. അടുത്ത വീട്ടിൽ നിന്ന് ഒരു വ്യക്തി വെള്ളം തരണത് മോട്ടറിന്റെ അതൊരു ഉപകാരമായ കാര്യം. ഓക്കെ, ജനങ്ങൾ മൊത്തം എടുക്കുകയാണ്. ഓക്കെ. എന്നാലും എങ്ങനെയാണ് ഇവിടെ ഈ വെള്ളം? കാരണം ഇന്നലെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കുടിവെള്ളം വന്നു, കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് മറ്റൊരു ആവശ്യത്തിന് വെള്ളം വന്നു. എങ്ങനെ കാണുന്നുണ്ട് ഇതിനെ? വെള്ളം അത്യാവശ്യം വെള്ളം കിട്ടിയ ബുദ്ധിമുട്ടാണ്. അറിയുന്നുണ്ട്, വളരെയധികം ബുദ്ധിമുട്ടാണ്. കുടിവെള്ളമാണ് അത്യാവശ്യമായ ബുദ്ധിമുട്ട്. ഇവിടെ ഈ മസാലത്തെരുവിൽ ഏകദേശം എത്ര വീടുകളുണ്ടാവും? 10-400 വീടുകളുണ്ട്. വീട് ഇവിടെക്കെല്ലാം ഈ വെള്ളത്തിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവുക. ജനങ്ങൾക്ക് കുടിക്കാനും ടോയ്ലറ്റിൽ പോകാനൊക്കെ വെള്ളം വേണ്ടി വളരെയധികം കഷ്ടമാണ്. ജനങ്ങളൊന്നും ഓടുന്നുണ്ട്. ജനങ്ങൾ ഇതിനെക്കാട്ടി ബുദ്ധിമുട്ടായി. തീർച്ചയായും വെള്ളം എന്ന് കിട്ടുമെന്ന് അറിയിച്ചിട്ടുണ്ടോ? കൗൺസിലർ അറിയിച്ചപ്പോൾ ഇന്നലെ കുറച്ച് വെള്ളം കൊടുത്തിരുന്നു. ഇപ്പോൾ അവരെ കണ്ടില്ല. വിളിച്ചു ചോദിച്ചാൽ എന്ന് വെള്ളം വരുമെന്നെങ്കിലും ഒന്നും അറിയിച്ചിട്ടില്ല. ഓക്കെ. അപ്പോൾ ഇതാണ് കുട്ടികളടക്കം എല്ലാവരും ഇവിടെ കാത്തു നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ്. നമുക്ക് കുട്ടികളോടൊന്ന് ചോദിക്കാനുണ്ട്.
എങ്ങനെ മോളെ സ്കൂളിൽ പരീക്ഷാ സമയത്തൊക്കെ ഇപ്പോൾ വെള്ളത്തിന്റെ ഒരു ലഭ്യത കുറവായിരുന്നു. ആ സമയത്ത് ഇങ്ങനെ വെള്ളം ഇപ്പോൾ ഒരു കാരണം ഇന്നലെ വന്നത് കൗൺസിലിന്റെ അടിസ്ഥാനത്തിൽ വന്നു. ഇപ്പോൾ ഒരു സ്വകാര്യ വ്യക്തി നിങ്ങളുടെ പരിസരത്തുള്ള ആളാണ് വന്നത്. എങ്ങനെയാണ് ഈ ഒരു പ്രവർത്തനം കാണുന്നത്? ആ ആ ആ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ആ ആ ഇപ്പൊ ഈ വെള്ളം കിട്ടിയപ്പോൾ എന്ത് തോന്നുന്നു? ആ പരീക്ഷയ്ക്ക് പോകാൻ ശരിക്കും ബുദ്ധിമുട്ടി വെള്ളം ഇല്ലാത്തതുകൊണ്ട് തന്നെ. ആ എങ്ങനെയാണ് മോളെ പോയ ആ എങ്ങനെയുണ്ട് വെള്ളം ഇപ്പൊ കിട്ടിയപ്പോൾ എന്ത് തോന്നുന്നു? സന്തോഷം തോന്നുന്നു. ആ എങ്ങനെയാണ് വെള്ളം കിട്ടിയപ്പോൾ മഴ പെയ്ത സന്തോഷമുണ്ട്. ആ എങ്ങനെയാണ് അമ്മ? കാരണം കൂടുതൽ ഇതിപ്പോ ഇന്നലെ ഈ പറഞ്ഞതുപോലെ കൗൺസിലിന്റെ നേതൃത്വത്തിൽ വെള്ളം കൊണ്ടുവന്നെങ്കിലും തികഞ്ഞില്ല. പിന്നീട് കോൺഗ്രസിന്റെ വാദത്തിൽ കൊണ്ടുവന്നു. പക്ഷെ അത് കുടിവെള്ളം അതും കിട്ടിയിട്ടില്ല. ഉള്ളിലോട്ട് താമസിക്കുന്നവരാണ് പ്രയാസം ഉണ്ടായത്. ആ നമുക്കിവിടെ എല്ലാ ദിവസവും വെള്ളം ബുദ്ധിമുട്ടുമ്പോ ഈ KMA ഖാദർ സാഹിബ് എന്നാണ് പേര്. KMA ഖാദർ. ആ നമുക്ക് വെള്ളം തരണം. പക്ഷെ ഇതുവരെ ആരും അറിഞ്ഞിട്ടുമില്ല. ഓക്കെ അപ്പൊ ഈ വെള്ളം കിട്ടി തന്നാലും സന്തോഷമാണ്. ഇത് കുടിക്കാൻ പറ്റുന്ന വെള്ളം കൂടെയാണോ? ആ ആ ഇവിടെ ഏകദേശം എത്ര വീടുണ്ട്? ഒരുപാട് വീടുകൾ ഉള്ളിലോട്ട് ഇറക്കത്തോട്ടൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. മുടുക്കിനകത്തുണ്ട്. ആ ഈ വെള്ളം കിട്ടാത്ത ഭയങ്കര പ്രയാസമാണ്. ഓക്കെ ഞങ്ങൾ കുടിവെള്ളം പൈസ കൊടുത്ത് 60 രൂപ കൊടുത്ത് ഞങ്ങൾ കുടിക്കാൻ മാത്രം വാങ്ങിച്ചോണ്ടിരുന്നു. ഭക്ഷണം കടയിൽ നിന്ന് വാങ്ങിച്ചോണ്ടിരുന്നു. അങ്ങനെയൊക്കെയാണ് പോണത്. ഓക്കെ ഇനി എന്ന് വെള്ളം വരുമെന്നുള്ള കാര്യം ഒന്നും അറിഞ്ഞൂടാ. അറിയത്തില്ല. ഓക്കെ എന്തായാലും നിങ്ങൾ കാണുന്ന പോലെ ചുമന്നുകൊണ്ട് കുട്ടികളൊക്കെ വീട്ടിലോട്ട് പോകുന്ന ഒരു കാഴ്ചയാണുള്ളത്. നമുക്ക് എന്നാലും മറ്റുള്ളവരോട് ചോദിക്കാനുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ വെള്ളം കിട്ടിയപ്പോൾ എന്ത് തോന്നുന്നുണ്ട്? സന്തോഷം തോന്നുന്നു. ആ ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷേ കുടിക്കാനുള്ള വെള്ളം നമ്മൾ ക്യാനിലാണ് വാങ്ങുന്നത്. ആ അതുകൊണ്ട് നമുക്കിപ്പോൾ ഉപയോഗിക്കാനുള്ള വെള്ളം ആ ഇദ്ദേഹം എന്താണ് അദ്ദേഹത്തിന്റെ പേര്? ഇപ്പോൾ ഈ തരുന്ന ആളുടെ പേര് പള്ളി അദ്ദേഹത്തിന്റെ പേര് പേരറിയില്ല. എന്തോ പേര് ഞാനും പറഞ്ഞു. ഖാദർ അല്ലേ? ഖാദർ. ആ അത് കുടിക്കാൻ കൊള്ളാവോ? അത് കുടിക്കാൻ തിളപ്പിച്ചെടുത്താൽ നല്ല വെള്ളമാണ്. പക്ഷെ നമ്മളിപ്പോ ഒരു വീട്ടിൽ 4-5 പേരുണ്ടല്ലോ, ഒരുപാട് വെള്ളം വേണം. ഇന്നലെ രാത്രി മുതൽ നമ്മൾ വളരെ ബുദ്ധിമുട്ടിലാണ്. ഇപ്പൊ ഏകദേശം ഞാൻ അങ്ങോട്ട് പോയപ്പോ മുതൽ വെള്ളം കൊടുക്കണം. ഏകദേശം 1 മണിക്കൂറായി കാണും അല്ലേ? എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും തരണം. സന്തോഷം. എല്ലാവർക്കും വെള്ളം കിട്ടിയപ്പോ സന്തോഷമായി. എന്നത് തീരുമെന്ന് അറിഞ്ഞൂടെ എത്രയും പെട്ടെന്ന് ഇത് പരിഹരിക്കണമെന്ന്. കൗൺസിലറെ സമീപിച്ചപ്പോ എങ്ങനെയാണ് വെള്ളം എന്ന് വരുമെന്ന് വല്ല അറിയോ? അദ്ദേഹം കാരണം ഇന്നലെ സലീമൊക്കെ രാത്രി വന്നു. രാത്രി നമുക്ക് അരപ്പാത്രം വെള്ളമൊക്കെ തന്നു കുടിക്കാനുള്ളത്. രാത്രി ആഹാരം ഒന്നും കഴിക്കാനൊന്നും ഇല്ല. അന്നത്തെ ചായയൊക്കെ ഇട്ട് കുടിച്ച് കിട്ടിയത് ആശ്വാസമാണ്. ആശ്വാസമായിട്ടിരിക്കും. പിന്നെ അതിനുശേഷമാണ് കോൺഗ്രസിന്റെ പ്രവർത്തകർ വന്ന് വെള്ളം വന്നു. അനസൊക്കെ വന്നു. അവരുടെ പ്രവർത്തകരെല്ലാവരും കൂടെ വന്നു. ഇവിടുത്തെ എല്ലാവരും കൂടെ വന്ന് വെള്ളം തന്നു. ആവശ്യത്തിനുള്ള വെള്ളം നല്ല രാത്രി മൊത്തം ഉണ്ടായിരുന്നു. ഇന്നിപ്പോ രാവിലെ വെള്ളം തന്നു. പള്ളിയിൽ നിന്ന് കാക്ക വെള്ളം തരുന്നു. സന്തോഷം. എല്ലാവരും സഹകരിക്കുന്നുണ്ട്. ഓക്കെ അപ്പൊ എന്തായാലും വെള്ളം കിട്ടണേ എന്ന് പ്രാർത്ഥിക്കാം അല്ലേ? എങ്ങനെയാണ് സ്കൂളിലൊക്കെ പോകാൻ ബുദ്ധിമുട്ടിയാ? കുപ്പി വെച്ച് സമരം ചെയ്യുന്നുണ്ട്. ഓക്കെ അപ്പോൾ എന്തായാലും ഈ പറഞ്ഞതുപോലെ വെള്ളം ഈ പറഞ്ഞതുപോലെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. പലർക്കും ഉള്ളിലുള്ള വെള്ളമാണ്. വീട് താമസിക്കുന്നവരാണ് കൂടുതൽ ബുദ്ധിമുട്ട്. അവരിവിടെ നിന്ന് ചുമന്നുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ പറഞ്ഞ സ്വകാര്യ വ്യക്തി പേര് മറന്നു. ഖാദർ എന്താണ് ഖാദർ അദ്ദേഹത്തിന്റെ പേര്? KMA ഖാദർ. ഇതാണ് വീടല്ലേ? അപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹം ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ തയ്യാറല്ല. ഞാൻ പലപ്പോഴും കൊടുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. വെള്ളം ഇല്ലാതെ വരുമ്പോഴെല്ലാം അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നാണ് വെള്ളം കിട്ടുന്നത്. എങ്ങനെ ഒന്നുകൂടെ? ഇവിടെ പൈപ്പിൽ വെള്ളം ഇല്ലാതെ വരുമ്പോഴെല്ലാം അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നാണ് ഈ വെള്ളം തരുന്നത്. ഇതിപ്പോ ഞാൻ അങ്ങോട്ട് പോയപ്പോ മുതൽ കൊടുക്കുന്നില്ല. ഏകദേശം 1-1.5 മണിക്കൂറായി കാണില്ലേ? 1.5 മണിക്കൂർ കഴിഞ്ഞത്. ഇവിടെ ഏകദേശം എല്ലാ വീടുകളിലേക്കും പോയി. വേറെ ലോറി ഇപ്പൊ ലോറിയിലൊന്ന് കൊണ്ടുപോകുന്നുണ്ട്. ലോറിയിൽ വെള്ളം ഇപ്പൊ വന്ന അതെന്താണ് ക്യാന് ഒരു അത് കുടിവെള്ളം അത് പൈസ കൊടുത്ത് വാങ്ങിച്ചു അങ്ങനെ കൊണ്ടുവന്നതാണ് വെള്ളം. വിലയ്ക്ക് വാങ്ങിയത്. ഓക്കെ ഓക്കെ ഓക്കെ. എങ്ങനെയാണ് മോനെ പഠിക്കുന്നുണ്ടോ? എങ്ങനെയാണ് ഈ വെള്ളം ഇല്ലാത്ത കാരണം സ്കൂളിൽ പോകാൻ ബുദ്ധിമുട്ടിന്ന് പറഞ്ഞു? ആ 2-3 ദിവസമായിരുന്നു വെള്ളം ഇല്ലാഞ്ഞിട്ട്. ഇന്നലെ വെള്ളം കൊണ്ടുവന്ന് അധികം വെള്ളമൊന്നും കിട്ടിയില്ല. കുളിക്കാൻ പോലും വെള്ളമില്ല വീട്ടില്. കുടിക്കാൻ ഇവര് തന്നപ്പോഴാണ് ആശ്വാസം. സഹായം ഇവിടെ നിന്ന് ചുമന്നുകൊണ്ട് പോകുന്നുണ്ട്. ഉള്ളിലാണോ വീട്? ഉള്ളിലാണ് വീട്. ഓക്കെ എന്തായാലും മറ്റുള്ളവരോട് നമുക്ക് എന്തായാലും ചോദിക്കണമെന്നുണ്ട്. എങ്ങനെയാണ് കാരണം വെള്ളത്തിന്റെ ഒരു ലഭ്യത ഭയങ്കര കുറവാണെന്ന് പറഞ്ഞു. ഇപ്പൊ വെള്ളം കിട്ടിയപ്പോ എന്ത് തോന്നുന്നു? സന്തോഷമാണ്. ഓക്കെ അപ്പോൾ എന്തായാലും ഇന്നലെ രാത്രി ഒരു സംഘർഷം നടന്ന പ്രദേശമാണ് ഈ ഒരു മസാല തെരുവ് എന്ന് പറയുന്നത്. വെള്ളത്തിന് വേണ്ടി വളരെ ബുദ്ധിമുട്ടാണ്. ഇന്നലെ കൊണ്ടുവന്ന വെള്ളം കിട്ടിയില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ടായിരുന്നു. പിന്നീട് രാത്രി കൗൺസിലറുടെ നേതൃത്വത്തിൽ വെള്ളം കൊടുത്തു. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ UDFന്റെ കോൺഗ്രസിന്റെ പ്രവർത്തകരും ഇവിടെ വെള്ളം എല്ലാവർക്കും എത്തിച്ചു കൊടുത്തു. എന്നാൽ ഈ ചുട്ട വെയില സമയത്തും
വെള്ളം എടുക്കാൻ വേണ്ടി വരുന്ന ആളുകളെയാണ് നമ്മൾ കാണുന്നത്. എല്ലായിടത്തും പ്രയാസത്തിരുന്ന് ഞാനും ഒരുപാട് ബുദ്ധിമുട്ടിരുന്നു. അമ്മ എങ്ങനെയാണ് വെള്ളം കിട്ടാൻ വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടിയല്ലോ? ഇപ്പോൾ വെള്ളം ഇവിടെ വെള്ളം ഇല്ലാതെ കിടന്നൊക്കെ നമുക്ക് നിസ്കരിക്കാനും എടുക്കാനൊക്കെ വെള്ളം കൊണ്ട് വലിയ ബുദ്ധിമുട്ടായിട്ട് ഇന്നലെ കൊണ്ടുവന്ന വെള്ളവും കിട്ടിയില്ലേ ഇവിടെ? കിട്ടിയിട്ടില്ല. എന്താണ് കാരണം? കാരണം പിന്നീട് കിട്ടാത്തതിന്റെ പേരിൽ രണ്ടാമത് വീണ്ടും വെള്ളം കൊണ്ടുവന്നു കൗൺസിലർ പറയുന്നുണ്ടല്ലോ. രണ്ടാമത് കൊണ്ടുവന്നില്ല അവിടെ രാത്രി പക്ഷേ കൗൺസിലർ കൊണ്ടുവന്നു, പക്ഷെ എല്ലാവരും കിട്ടിയില്ല എന്ന് പറയുന്നു. പിന്നെ രണ്ടാമത് കോൺഗ്രസിന്റെ പ്രവർത്തകർ കൊണ്ടുവന്നു പറഞ്ഞു, അപ്പോഴും കിട്ടിയിട്ടില്ല. അപ്പൊ എല്ലാവർക്കും കിട്ടിയിട്ടില്ല സുഖം. അപ്പൊ ഇപ്പോഴാണ് നിങ്ങൾക്ക് വെള്ളം കിട്ടിയത്? എപ്പോഴും ഇദ്ദേഹം വെള്ളം തരുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ വെള്ളം കിട്ടിയപ്പോ എന്ത് തോന്നുന്നു? ഓക്കെ, ശരി. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞതുപോലെ കടകളും ഈ പറഞ്ഞതുപോലെ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന ആളുകൾ ഒരുപാട് താമസിക്കുന്ന ഒരു പ്രദേശമാണ് ഈ മസാലത്തെരുവ് പൂന്തറയ്ക്കടുത്ത്. ഇതേപോലുള്ള പല പ്രദേശങ്ങളുണ്ട്. എന്തായാലും കൗൺസിലറുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഇന്നലെ വെള്ളം കൊടുത്തു, രണ്ടാമത് രാത്രിയും കൊടുത്തു എങ്കിലും തികഞ്ഞില്ല. പിന്നീട് UDF-ന്റെ പ്രവർത്തകരും ഇതേപോലെ തന്നെ വെള്ളം കൊടുക്കാനുള്ളൊരു സംവിധാനം അവരും ഉണ്ടാക്കി. എന്തായാലും ഒരു പ്രത്യേകം ഈ ഒരു സമയത്ത് ഒരു ശ്ലാഘനീയമായ ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് സർക്കാർ ഉണരേണ്ടതുണ്ട്. കാരണം വെള്ളം അത് അത്യന്താപേക്ഷിതമാണ്. കുഴൽക്കിണറുകൾ എല്ലായിടത്തും ഉണ്ടെങ്കിൽ ഈ പ്രദേശത്ത് പ്രത്യേകിച്ച് തീരദേശ പ്രദേശമായതുകൊണ്ട് തന്നെ ഈ വെള്ളം എടുത്താൽ അത് കുടിക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കുടിവെള്ളം എത്രയും പെട്ടെന്ന് ഇതേപോലെ പ്രദേശങ്ങൾ തിങ്ങി മാർക്കുന്നിടത്ത് കൊടുക്കണം. ഇല്ല എങ്കിൽ ഒരുപാട് സംഘർഷാവസ്ഥ ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുമെന്നാണ് സർക്കാരിനോടും പറയാൻ. അതുകൊണ്ട് തന്നെ ഈ ന്യൂസ് കാണുന്ന പ്രേക്ഷകർ പരമാവധി ഇത് ഷെയർ ചെയ്യേണ്ടതുണ്ട്. കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ധാരാളമാണ്. പ്രത്യേകിച്ച് നിത്യോപയോഗമായ കക്കൂസിലേക്കും അല്ലെങ്കിൽ ഈ ടോയ്ലറ്റിലേക്കും പോകാൻ പറ്റാത്ത സാഹചര്യം, അതോടൊപ്പം കുടിക്കാൻ പറ്റാത്ത സാഹചര്യം, ഹോട്ടലുകൾ അടച്ചുപൂട്ടുന്ന സാഹചര്യമുണ്ട്. അങ്ങനെല്ലാം നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു ന്യൂസ് ഇപ്പോൾ ടെലികാസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പരമാവധി ഇത് ഷെയർ ചെയ്യണം പ്രേക്ഷകർ. സർക്കാർ ഉണരണം. കാരണം ഇന്ന് തന്നെ വെള്ളം കിട്ടിയില്ലെങ്കിൽ നാളെ സൺഡേ ആണ്, മറ്റന്ന് വീണ്ടും എക്സാമുകൾ ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ സർക്കാർ ഉണർന്ന് പ്രവർത്തിക്കണമെന്നാണ് മലയാള ന്യൂസിനും പറയാനുള്ളത്. എന്തായാലും ഈ ലൈവ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാനതിൻ്റെയും ഖാദർ എന്ന് പറയുന്ന അദ്ദേഹത്തിന് പ്രത്യേക അഭിനന്ദനം അറിയിക്കാൻ. അദ്ദേഹം ക്യാമറയ്ക്ക് മുമ്പിൽ വരാൻ തയ്യാറല്ല. പടച്ചതമ്പുരാന്റെ ലോകരക്ഷിതാവിന്റെ അള്ളാഹുവിന്റെ പുണ്യം മാത്രമാണ് പ്രതീക്ഷിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളം കൊടുക്കുന്നു. എപ്പോഴും ആരെയും അറിയിച്ചിട്ടില്ല, നിങ്ങളാണിപ്പോൾ കണ്ടതെന്നാണ് പറയുന്നത്. എന്തായാലും ഇതേപോലുള്ള നന്മഫലങ്ങൾ ഇനി ഉണ്ടാകട്ടെ. പലയിടത്തും ഇങ്ങനെ ഉണ്ടാക്കിയാൽ അല്ലെങ്കിൽ ഇതേപോലെ വെള്ളം കൊടുക്കാൻ സന്നദ്ധരായാൽ അത് കൂടുതൽ പുണ്യമാകുമെന്നതിനാണ് മലയാള ന്യൂസിനും പറയാനുള്ളത്. എന്തായാലും ഈ ലൈവ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പിന്നെ നമുക്കിത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം. നിങ്ങളുടെ കമൻസുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് മലയാള ന്യൂസിന് വേണ്ടി അബ്ദുറഹ്മാൻ. എല്ലാരും ദുആ ചെയ്യണം കേട്ടോ. അവർക്ക് കണ്ടു മലയാള ജനതാ ന്യൂസ്, വാർത്തയുടെ സത്യവും ധർമ്മവും.